ഈ കാണുന്ന ശവകുടീരങ്ങൾ 90% 150 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. ഊട്ടിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ഊട്ടി ലൈക്കിൻ്റെ അടുത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മിക്കവാറും ആരും കാണാതെ പോകുന്നൊരു സ്ഥലം. CSI സെൻറ്റ് തോമസ് ചർച്ച്. 1867 നിർമ്മിച്ച ഊട്ടിയിലെ ഏറ്റവും പഴക്കമേറിയതും ചരിത്രപ്രധാനവുമായ പള്ളികളിലൊന്ന്. 1867 എന്ന് പറയുമ്പോൾ വേറൊരു ഡേറ്റ് അല്ല. ആ കാലത്ത് ക്രെയിനോ ബുൾഡോസറോ കോൺക്രീറ്റ് മിക്സറോ ഇല്ല. ഇലക്ട്രിസിറ്റി പോലും ഇല്ല. ചുറ്റിക, ഒളി, മനുഷ്യരുടെ ശക്തി, അത്രേ ഉള്ളൂ. ഇത് വെച്ച് ഇത്ര അടിപൊളിയായിട്ടൊരു ചർച്ച് ഉണ്ടാക്കുക എന്നുള്ളത് ഇന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. ഉള്ളിലേക്ക് കയറിയാലാണ് ശരിക്കും വണ്ടറടിച്ചു പോവുക. ഇൻറ്റീരിയർ മുഴുവൻ മരത്തിലാണ്. പിന്നെ സീസേഴ്സ് സ്ട്രെസ് സീലിംഗ്, അതായത് കത്രിക ആകൃതിയിലുള്ള മരം കൊണ്ടുള്ള മേൽക്കൂര. 154 വർഷം കഴിഞ്ഞിട്ടും ഈ മരത്തിലൊന്നും ഒരു വിള്ളൽ പോലുമില്ല. ഒരു തേയ്മാനമില്ലാതെ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. പള്ളിക്ക് പുറത്ത് ശരിക്കും ഹിസ്റ്ററിയാണ്. ഒരുപാട് ശവകുടീരങ്ങൾ, മിക്കതും 1800-കളിലുള്ളത്. അതിൽ കുറേ എണ്ണം 1-ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു മരിച്ച ബ്രിട്ടീഷ് സൈനികരുടെ ശവകുടീരങ്ങളാണ്. അല്ല, യൂറോപ്പിലെ യുദ്ധമേഖലയിൽ നിന്ന് ഇത്രയും ദൂരം ഇവരെ എങ്ങനെ ഇവിടെ എത്തിയത്? എങ്ങനെ പഠിച്ചു മരിച്ചു? ചിലപ്പോൾ യുദ്ധത്തിൽ പരിക്ക് പറ്റി ഊട്ടിയിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വന്നപ്പോൾ മരിച്ചതാവും. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞല്ലോ. പിന്നെ ഏറ്റവും വലിയ സ്മാരകം അതും ഇവിടെയാണ്. വില്യം പാട്രിക് ആദംസിൻ്റെ. മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായിരുന്നു. 1881 ജൂലൈ ഊട്ടിയിൽ വെച്ച് മരിച്ചതാണ്. ഇവിടേക്ക് വരാൻ എൻട്രി ഫീസ് ഒന്നുമില്ല കേട്ടോ. ചരിത്രപ്രേമികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും സമാധാനം തേടുന്നവർക്കും പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ അടുത്തൊരു ഹിഡൻ സ്പോട്ടുമായിട്ട് വീണ്ടും കാണാം.